അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വദഖല മഅഹു സിജ്ന ഫതയാൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ രണ്ടുപേർ ജയിലിൽ കാരാഗ്രഹത്തിൽ പ്രവേശിച്ചു. അവിടെ അവർ രണ്ടുപേരും കണ്ട സ്വപ്നം അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നബി തഅ്വീലിഹി ഇന്ന നറാക മിനൽ മുഹ്സിനീൻ. അപ്പോൾ ഖാല ലാ യഅ്തീകുമാ തആമുൻ തുർസഖാനിഹി ഇല്ലാ നബ്ബഅ്തുകുമാ ബിതഅ്വീലിഹി ഖബ്ല അൻ യഅ്തിയകുമാ ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പ്രതികരിച്ചു. ആ വിഷയമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അവിടെ കാര്യങ്ങൾ പറയാനുള്ളത്, ഒന്ന്, ലാ യഅ്തീകുമാ തആമുൻ തുർസഖാനിഹി, നിങ്ങൾക്ക് ഇവിടെ റിസ്ക് എന്നുണ്ടെങ്കിൽ മാബിഹിൻ നഫ് എന്നാണ്. മാബിഹി അന്നഫ്, ഉപകാരമുള്ളതിനൊക്കെ എന്ത് പറയും? റിസ്ക് എന്ന് പറയും. ഉപകാരപ്രദമായതിനൊക്കെ റിസ്ക് എന്ന് പറയും. അത് ചിലപ്പം ഭക്ഷണമാകാം, ചിലപ്പം ഭക്ഷണമില്ലാത്ത കാര്യങ്ങളൊക്കെ ആകാം. അതുകൊണ്ടാണ് വഅൻഫിഖൂ മിമ്മാ റസഖ്നാക്കും. അവിടെ മിമ്മാ റസഖ്നാക്കും എന്ന് പറഞ്ഞാൽ ചോറും കൂട്ടാനും അല്ല ഇവിടെ ഉദ്ദേശം, അതിനേക്കാൾ വിപുലമായ അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ ആത്മീയമായ പോഷണത്തിന് റിസ്ക് എന്ന് പറയും. നമ്മൾ പിന്നെ ഭൗതികമായിട്ട് തിന്നിറക്കുന്ന ഭക്ഷണങ്ങൾക്കും അതേപോലെ തന്നെ ഭൗതികമായി ഉപയോഗപ്പെടുത്തുന്ന സംഗതികൾക്കല്ലാത്ത കാര്യങ്ങൾക്ക് റിസ്ക് എന്ന് പറയും. ഉപകാരപ്രദമായതെന്തോ അതൊക്കെ റിസ്ക്കാണ്. ഇവിടെ ഉദ്ദേശം എന്താണ്? ജയിലിൽ ഭക്ഷണമാണ്. ലാ യഅ്തീകുമാ തആമുൻ തുർസഖാനിഹി ഇല്ലാ നബ്ബഅ്തുകുമാ ബിതഅ്വീലിഹി. എന്നിട്ട് വീണ്ടും എന്താ പറഞ്ഞത്? ഖബ്ല അൻ യഅ്തിയകുമാ എന്നാണ്. നിങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണം അത് എത്രയാകട്ടെ, എന്താകട്ടെ, എപ്പോഴാകട്ടെ, അത് നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞത്. അതെന്തിനാ ഖബ്ല അൻ യഅ്തിയകുമാ വീണ്ടും പറഞ്ഞത്? ലാ യഅ്തീകുമാ തആമുൻ തുർസഖാനി, നിങ്ങൾക്ക് ഉപജീവനമായി തിന്നാനുള്ള ഭക്ഷണം വരുന്നതിന് മുമ്പ് ഇല്ലാ നബ്ബഅ്തുകുമാ എന്നാണ്, ഞാൻ നിങ്ങളോട് ഇത് പറയാതിരിക്കില്ല എന്നാണ്. പിന്നെ വീണ്ടും പറഞ്ഞത് ഖബ്ല അൻ യഅ്തിയകുമാ, ആ ഭക്ഷണം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്. അത് പറഞ്ഞത് എന്തിനാണ്? അതായത് നമ്മൾ പറയില്ലേ, ഞാൻ പറയുന്നത് 5 5 10 9:45 അല്ല 10:15 അല്ല എന്നറിയില്ലേ. ഈ പറയുന്നത് വാക്കാണ്, ഇത് കൃത്യമാണ്, ഇത് കണിശാണ് എന്നുള്ളത് അവർക്ക് അനുഭവത്തിൽ വായിക്കാനാണ് ഖബ്ല അൻ യഅ്തിയകുമാ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയുന്ന ആളോ, ഭക്ഷണം അത് എപ്പോൾ എത്തും, ആര് കൊണ്ടുവരും, ഏത് ഭക്ഷണത്തൊന്നും ആർക്കും നിശ്ചയമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാരണ്ടി പറയുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് ഇനി അദ്ദേഹത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിലൊരു അമിത വിശ്വാസം വരാതിരിക്കാനാണ് എന്ത് പറഞ്ഞത്? അനുബന്ധം പറഞ്ഞത് ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി. എന്താ ഇത്? മിമ്മാ എന്നാ മിൻ മ, ഇത് എൻ്റെ റബ്ബ് മിമ്മാ അല്ലമനി, എന്നെ പഠിപ്പിച്ചതിൽ ചിലതാണ്. മിൻ, റബ്ബ് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ, വെറും ഈ സ്വപ്ന വ്യാഖ്യാനമല്ല. അതുകൊണ്ടാണ് ജഅൽനി അലാ ഖസാഇനിൽ അർദ്, രാജാവിനോട് പറഞ്ഞത് എന്നെ ഖസാഇനിൽ അർദിൽ, ഈജിപ്റ്റ് ദേശത്തിൻ്റെ ഖജനാവുകളുടെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കൂ. ഞാനാരാണ് എന്ന് പറഞ്ഞ് ഇനി അലൈഹി ഹഫീദുൻ അമീനുൻ, ഞാൻ ഹഫീദാണ്, ഞാൻ അമീനാണ്. അപ്പോൾ അമാനത്തുള്ള ആളാണ്, അതേപോലെ തന്നെ ഹിഫ്ളുള്ള ആളാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കുറേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രാജാവ് കാണാൻ പോണ സ്വപ്നം ഇവിടെ നമുക്ക് വരും. അതിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പിന്നെ സാമ്പത്തിക വൈദഗ്ധ്യം, സാമ്പത്തിക വിഷയത്തിലുള്ള ദിഷണയാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതും കൊടുത്തിട്ടുണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. നമ്മൾ സൂറത്ത് ഗാഫിറിലെ കണ്ടുപിടിച്ചില്ലേ, വലഖദ് ജാഅക്കും യൂസുഫ് മിൻ ഖബ്ലു ബിൽ ബയ്യിനാത്ത്, യൂസുഫ് ബയ്യിനാത്തുമായി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ധാരാളം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്
അതിൽ ചിലതാണ് എന്നാണ്. ദാലികുമ മിമ്മ അല്ലമനി റബ്ബി, എൻ്റെ റബ്ബെന്നെ പഠിപ്പിച്ചതിൽ ചിലതാണ് ഈ സ്വപ്നം വ്യാഖ്യാനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും എന്നാണ് പറയുന്നത്. ഹഫീദുൻ അലീം. ഹഫീദുൻ അലീം. അലാ കുല്ലിൻ, ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട നബിയാണ്. അപ്പോൾ അതിനാൽ പിന്നെ ഈ സ്വപ്ന വ്യാഖ്യാനം അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് അദ്ദേഹം പറയാണ്. പിന്നെ അവിടെ വിഷയം ദഅവത്തിൻ്റെ പ്രാധാന്യമാണ്. ആളുകളെ ദഅവത്ത് നടത്തുന്നതിൻ്റെ പ്രാധാന്യമാണ്. നോക്കിയത് നിങ്ങൾ, ഇവിടെ സ്വപ്ന വ്യാഖ്യാനത്തിന് വന്ന രണ്ടാളുകൾ, അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് വരുന്നത് തന്നെ ഇന്നാല നറാക മിനൽ മുഹ്സിനി എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ നല്ലൊരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, അതുകൊണ്ട് ഇത് പറഞ്ഞു തരണമെന്നാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചത് കൊണ്ടാണല്ലോ ആ ആളുകൾക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അത് വായിക്കാൻ പറ്റിയത്. അവരാണെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലല്ല. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് അവർ ചോദിച്ച അവരുടെ ആവശ്യം പറയുന്നതിന് മുമ്പ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ആവശ്യം അതെന്ത് ചെയ്യണം, അവരെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. അതും വളരെ സുന്ദരമായി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഈ നടത്തിയ ദഅവത്തുണ്ടല്ലോ, പിന്നെ ഇനി തറക്തു മില്ലത ഖൗമിൻ മുതൽ ഇതിൻ്റെ തുടർച്ചയിൽ മാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹ എന്ന് പറഞ്ഞിട്ടുള്ള ആ വചനം പൂർത്തിയാക്കുന്നത് വരെ അഖീദയുമായി ബന്ധപ്പെട്ട, തൗഹീദുമായി ബന്ധപ്പെട്ട, ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തൗഹീദ് എന്ത്, ഷിർക്ക് എന്ത്, അതേപോലെ തൗഹീദിൻ്റെ പുണ്യം, ഷിർക്കിൻ്റെ പിന്നെ അപകടം, ഇതൊക്കെ അതിൻ്റെ തെളിവ് ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ഇതിൽ അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് മനസ്സിലാക്കാം. ല അൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമരിൻ നഅം എന്ന് റസൂൽ പറഞ്ഞില്ലേ. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യൻ നീ മുഖാന്തരം നേർവഴിയിലാകലാണ് നിനക്ക് ഹുമുറുൻ നഅം. ഹുമുറുൻ നഅം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്ന ഒട്ടകങ്ങളാണ്. ചുവന്ന ഒട്ടകങ്ങൾ അറബികളുടെ എക്കാലത്തെയും മുന്തിയ സ്വത്തിനാണ് പറയുക ഹുമുറുൻ നഅം. ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ, ഉണ്ടാകുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ നിങ്ങൾ കാരണത്താൽ ഹിദായത്തിലാകലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതും എപ്പോൾ, എവിടെ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിൻ്റെ സന്ദർഭവും അത് ആരോട് പറയണമെന്ന് പറഞ്ഞതും അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേക്ക് മുസ്ലിം സൈന്യവുമായി ചെന്ന് ഖൈബർ കോട്ടകളെ വളഞ്ഞ് അവിടേക്ക് പതാക നൽകിയിട്ട് അലീൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തെ അയക്കുകയാണ്. ഈ ഖൈബറിലുള്ള ആളുകൾ അവർ ദഅവത്ത് കിട്ടാത്തവരല്ല. ഖൈബറിലുള്ള ആളുകൾ മദീനയിലുണ്ടായിരുന്ന ആളുകളാണ്. മദീനയിലുണ്ടായിരുന്ന ബനൂ നദീർ ജൂത ഗോത്രത്തെ റസൂൽ നാട് കടത്തിയതാണ് ഖൈബറിലേക്ക്. ഇവർ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ബനൂ നദീർ മദീനയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വർഷങ്ങളുണ്ടായിട്ടുണ്ട്. ആ ബനൂ നദീർ ഗോത്രക്കാർക്കൊക്കെയും ദഅവത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖൈരീഖ് ഖൈറു യഹൂദ് എന്ന് പറഞ്ഞത്. യഹൂദരിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് മുഖൈരീഖ്, ബനൂ നദീർ ഗോത്രക്കാരനാണ്. ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് ഉഹുദ് യുദ്ധത്തിന് വേണ്ടി മക്ക മുശ്രിക്കുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ 3000 ആളുകളാണ് വന്നത് ഉഹുദിലേക്ക്. ഉഹുദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്ജിദ് നബവിയിൽ നിന്ന് 5 കിലോമീറ്റർ അത്ര ആണ്. അവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ മദീന ശരിക്ക് ചാമ്പലാവും. അപ്പോൾ യഹൂദർക്കറിയാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണെന്നുള്ളത്. അവർ പ്രതീക്ഷിച്ച ലക്ഷണമൊത്ത നബിയാണ് വന്നതെന്നുള്ളത് യഹൂദികൾക്കറിയാം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹും. അവരുടെ മക്കളെ നോക്കി തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ അവർക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്നാണ്. ആ യഹൂദരാണ് പ്രത്യേകിച്ച് ഈ ബനൂ നദീർ. സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഉപ്പ ഹുയൈ ഇബ്നു അഖ്തബ്, അതേപോലെ തന്നെ ഉപ്പാൻ്റെ സഹോദരൻ അബുൽ യസർ, ഇവരൊക്കെ ബനൂ നദീറാണ്. അവർക്കൊക്കെ ശരിക്കറിയാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്. പക്ഷേ അവരുടെ അഹങ്കാരം അസൂയയും സമ്മതിക്കണില്ല ഇത് കൂട്ടാക്കാൻ. ഏതായാലും അബൂ സുഫിയാനും മക്ക മുശ്രിക്കുകളും ഉഹുദിലേക്ക് വന്നു. സർവായുധ സന്നദ്ധരായിട്ട് വന്നപ്പോൾ യഹൂദരിൽ ചിലർക്ക് ഇളക്കം തട്ടുകയാണ്. കാരണം അത് മുശ്രിക്കുകൾ, ഇത് വേദത്തിൻ്റെ ആളുകൾ. അപ്പോൾ അവർ സംസാരിക്കുകയാണ്. മുഖൈരീഖ് പറയാണ്, പിന്നെ യഹൂദരെ നിങ്ങൾക്കറിയാം
ഇത് സത്യപ്രവാചകനാണ് എന്ന് ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ ദിവസം നമ്മൾ സഹായിക്കേണ്ടതെന്ന് പറയണം. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞില്ല ഞഞ്ഞം മിഞ്ഞം പറയാറില്ലേ, ശനിയാഴ്ച ദിവസമായിരുന്നു, അവർ തന്നെ സാബത്ത് നാളാണ് പറ്റൂല എന്നൊക്കെ പറയണം. അപ്പോൾ അദ്ദേഹം ലാ സബത്തലക്കും, നിങ്ങൾക്ക് പിന്നെ സാബത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമമാണ്, നിങ്ങൾക്ക് ഒരിക്കലും വിശ്രമമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ മുഹൈരിക്ക് അദ്ദേഹത്തിൻ്റെ മദീനയിൽ അറിയപ്പെട്ട വലിയ വലിയ തോട്ടങ്ങൾ, സാഫിയ മഷ്റൂബ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ തോട്ടങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം പറയുന്നത് ഞാൻ പോവാണ്, എനിക്കെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇതൊക്കെ മുഹമ്മദിന് വഖഫായിരിക്കും, മുഹമ്മദിന് സദഖയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് പ്രഖ്യാപിച്ചിട്ടാണ് പോണത്. അദ്ദേഹം കലിമല്ലിയത് പരസ്യമായിട്ട് അറിയില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാം ആശ്രയിച്ചോ ഇല്ല എന്നുള്ളതിൽ ഖിലാഫാണ്. എന്തായാലും ഇസ്ലാം തങ്ങൾ പറഞ്ഞു ഖൈറു യഹൂദ് മുഖൈരിഖ് ഖൈറു യഹൂദ്, യഹൂദരിൽ ഏറ്റവും ഉത്തമം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പോയി ഉഹദിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഇസ്ലാം തങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരടിച്ചു, കൊല്ലപ്പെട്ടു എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഇതാണ് ബനു നദീർ. പിന്നെ ഈ ഉഹദൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യണത്, അവരെ മദീനയിൽ നിന്ന് നാട് കടത്തുന്നത്. അവരുടെ വിഷയത്തിലാണ് സൂറത്ത് ബനു നദീർ. ഏതാ സൂറത്ത് ബനു നദീർ? സൂറത്തുൽ ഹശർ. ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ ദിയാരിഹിം ലിഅവ്വലിൽ ഹശർ മാ ബറൻതും അൻ യഖ്റുജു വദന്നു അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ ബനു നദീറിൻ്റെ പത്രം. ഞാൻ പറഞ്ഞ ഈ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ച ബനു നദീർ, ഈ ബനു നദീറാണ് നാട് കടത്തപ്പെട്ടത് എവിടേക്ക്? ഖൈബറിലേക്ക്. ആ ഖൈബറിൽ വെച്ച് പിന്നെ അവർ എല്ലാ വേലയും ഒപ്പിച്ചു. അഹ്സാബ് യുദ്ധം, അതിൽ സഖ്യകക്ഷികൾ ഒരുക്കിയത്, സാമ്പത്തികമായി ചെലവഴിച്ചത്, ആ സഖ്യകക്ഷികൾ ഒരുക്കാനുള്ള ബ്രെയിൻ ഇതൊക്കെ യഹൂദാണ്, ഈ ബനു നദീറ. അതുകൊണ്ടാണ് അവരോട് ഖൈബറിൽ പോയിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അങ്ങനെ യുദ്ധത്തിന് പോയിട്ട് അവിടുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലീനെ അന്വേഷിക്കുന്നത്. അയിന അലി ഇബ്നു അബീ താലിബ്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു കണ്ണുവേദന എടുത്തിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ വിഷയം പറഞ്ഞു. പിന്നെ അങ്ങനെ അലി പിന്നെ വന്നതും അദ്ദേഹത്തിൻ്റെ കണ്ണ് ഭേദപ്പെട്ട ചരിത്രമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ റസൂലുള്ള പതാക അലിയാരത്ത് കൊടുത്തിട്ട് പറയാണ് ഖൈബർ കോട്ടയിലേക്ക് ചെല്ലാൻ. അവരുടെ കോട്ട മുറ്റത്ത് ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ യുദ്ധം ചെയ്യാനല്ല പറയുന്നത്, ആയുധ ഫദഉഹും ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവരെ ദഅവത്ത് നടത്താനാണ്. അവരോട് പോരടിച്ചിട്ടുണ്ടെങ്കിൽ ഖൈബറാണ്. ഖൈബർ കോട്ട ഒന്ന് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വത്തിൻ്റെ ഘോഷയാത്രയാണ്, അത്രയും വരുമാനങ്ങളാണ്. പക്ഷെ റസൂലുള്ള പറയാണ് അവരെ ദഅവത്ത് നടത്തുക. അല്ല യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമരിൻ നഅം. പണ്ഡിതന്മാർ പറയാണ് ദഅവത്ത് നടത്തണമല്ലോ, ആരോട് ജിഹാദ് നടത്തണോ അവരോട് ദഅവത്ത് നടത്തണം. ഒരിക്കൽ ദഅവത്ത് നടത്തിയിട്ട് സത്യം എത്തിയ ആളുകളാണെങ്കിലും പിന്നീട് അവരോട് യുദ്ധം നടത്തേണ്ടി വരികയാണെങ്കിൽ ദഅവത്ത് വീണ്ടും അവർക്ക് കേൾപ്പിക്കണം, എത്തിക്കണം, എന്നിട്ടേ അവരോട് യുദ്ധമാകാവൂ എന്നുള്ളതിന് തെളിവാണിത് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ് കാണാൻ സാധിക്കും. എന്നാൽ അതാണ് ദഅവത്തിൻ്റെ പ്രാധാന്യം. ആ ഒരു പ്രാധാന്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ അവതരണ വിഷയവുമായി ബന്ധപ്പെട്ട്. അവിടെ ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മില്ലത്ത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞെന്താ, മില്ലത്ത് ഇവിടെയും വന്നിട്ടുണ്ട്, ദീൻ. മില്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ദീൻ എന്നാണ് അവിടെ ഉദ്ദേശം, അല്ല അർത്ഥം. പക്ഷേ പദപ്രയോഗത്തിൽ ചില വ്യത്യാസമുണ്ട്. ദീനും മില്ലത്തും പറയുമ്പോൾ ദീനുള്ള എന്ന് പറയും അല്ലേ, ദീനുള്ള എന്ന് പറയും, അള്ളാൻ്റെ ദീൻ എന്ന് പറയും. പക്ഷെ മില്ലത്തുള്ള എന്ന് പറയുമോ? ഇല്ല, ദീനി എന്ന് പറയും. മില്ലത്തി എന്ന് പറയും. ഇപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് ദീനാണ് എന്ന് പറയും, നിസ്കാരത്തെക്കുറിച്ച് മില്ലത്ത് എന്ന് പറയില്ല. പറയുമ്പോൾ മില്ലത്തും ദീനും എന്താണ്? പര്യായമാണ്. മില്ലത്ത് ഇബ്രാഹിം, ദീന് ഇബ്രാഹിം എന്ന് പറയും. എന്നാൽ ദീനുള്ള എന്ന് പറയും, മില്ലത്തുള്ള എന്ന് പറയില്ല. നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് ദീൻ എന്ന് പറയാം, പക്ഷെ മില്ലത്ത് എന്ന് പറയില്ല. അപ്പോൾ ഈ ദീനും മില്ലത്തും പിന്നെ ഒരേ അർത്ഥത്തിലാണെങ്കിലും പക്ഷെ പ്രയോഗിക്കുന്നിടം എന്തുണ്ട്, ചില വ്യത്യാസങ്ങളുണ്ട്. വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യാഖൂബ്. വത്തബഅതു ഞാൻ പിൻപറ്റി, മറ്റേതിൻ്റെ തുടർച്ചയാണ്. ഇന്നി തറക്തു മില്ലത ഖൗമിൻ എന്നാണ്. ഒരു വിഭാഗത്തിൻ്റെ മില്ലത്തിനെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് അത്ഫാണ്. വത്തബഅതു ഞാൻ പിൻപറ്റുകയും ചെയ്തു. ആരെ പിൻപറ്റി? മില്ലത ആബാഇ. ആബാ അബുൻ എന്നതിൻ്റെ ബഹുവചനം ആബ. അബുൻ എന്ന് പറഞ്ഞാൽ പിതാവ്, ആബ എന്ന് പറഞ്ഞാൽ പിതാക്കൾ. അബി, ആബാഇ എൻ്റെ പിതാക്കൾ. എൻ്റെ പിതാക്കളുടെ മില്ലത്തിന് ഞാൻ പിൻപറ്റിയിരിക്കുന്നു. ആരാണ് പിതാക്കൾ? ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യാഖൂബ്, ഇവരാണ്. ഇതിൽ
ഇത് ഈ ഒത്തബഴത്ത് ഞാൻ പിൻപറ്റി എന്ന് പറയുന്നത് ആരാ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. നേരെ പിതാവാരാ? യാക്കൂബാണ് അല്ലേ? പിന്നെ വല്യപ്പ ഇസ്ഹാഖ്. പിതാമഹൻ ആണ് ആര്? ഇബ്രാഹിം അല്ലേ? ഇവിടെ ആബായി യാക്കൂബ വ ഇസ്ഹാഖ് വ ഇബ്രാഹിം എന്നല്ല പറഞ്ഞത്. പിന്നെ ഇബ്രാഹിമിനെ മുന്തിപ്പിച്ചു പറയുമ്പോൾ ഇബ്രാഹിമാണ് ആര്? പിന്നെ വല്യാപ്പാൻ്റെ വാപ്പേ അതിനെ മുന്തിപ്പിച്ചു. അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെ എന്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ മുന്തിപ്പിച്ചത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇത് ഉത്തരങ്ങൾ പറഞ്ഞാണ്. അതായത് മില്ലത്ത് ആബായി എന്നാണ്, എൻ്റെ പിതാക്കളുടെ മില്ലത്തിനെ ഞാൻ പിൻപറ്റി എന്നാണ്. ഈ മില്ലത്ത് അസ്ലൻ ആരുടേതാണ്? അതിൻ്റെ പിന്നെ അടിസ്ഥാനം അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ്. മില്ലത്തു അബീന ഇബ്രാഹിം എന്നാണ്, നമ്മുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ മില്ലത്താണ്. ആ മില്ലത്തിൻ്റെ പേരെന്താ? ആ മില്ലത്തിൻ്റെ ഒരു പേരുണ്ടല്ലോ, അൽ ഹനീഫിയത്ത് എന്നാണ്. അൽ ഹനീഫിയത്ത്, അൽ ഹനീഫിയ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാന ഹനീഫം മുസ്ലിമൻ, ഹനീഫ് ഹനീഫിയത്ത്. അപ്പോൾ എൻ്റെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നിവരുടെ മില്ലത്ത് അഥവാ അൽ ഹനീഫിയത്ത്, അതിനെ വത്തബഅതു ഞാൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. വാപ്പാൻ്റെ ശൃംഖല എത്ര ഉയർന്നാലും എന്തു പറയും? അബ് എന്ന് പറയും. ജദ്ദു അബ് ആണ്. അതേപോലെ മക്കളുടെ വിഷയം അങ്ങനെ തന്നെ. മക്കളുടെ ശൃംഖല എത്ര താഴത്തേക്കായിട്ടുണ്ടെങ്കിലും ഇബിൻ എന്ന് പറയും. അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അന ഇബ്നു അബ്ദുൽ മുത്തലിബ് ലാ കദീബ്, അതൊരു കളവല്ല, ഞാൻ ഇബ്നു അബ്ദുൽ മുത്തലിബ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം അബ്ദുള്ള പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനാകുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈശവം ആരുമായിട്ടാണ്? 8 വയസ്സ് വരെ അബ്ദുൽ മുത്തലിബുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കുക അയിന ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നാണ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ എവിടെയെന്ന് ചോദിക്കുക. അതേപോലെ തന്നെ ചില ആളുകൾ വന്നിട്ട് ഇബ്നു അബ്ദുൽ മുത്തലിബ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിട്ട് ഇബ്നു അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണെന്ന് ചോദിക്കുക. അലക്കുൽ ഇവിടെ ഈ മില്ലത്ത് ആബായി ഇബ്രാഹിം ഇസ്ഹാഖ് വ യാഖൂബ്, അതെന്താണ് ആ മില്ലത്ത്? ആ മില്ലത്ത് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ വ അലൻ നാസ് വലാകിന്ന അക്സറൻ നാസി ലാ യഷ്കുറൂൻ. മാ കാന ലന, എന്താ മാ കാന ലന എന്ന് പറഞ്ഞാൽ ഇവിടെ മാ യംബഗി ലന, ഞങ്ങൾക്ക് സംഗതമല്ല, അല്ലെങ്കിൽ മാ സഹലന. കാന എന്നുള്ളത് അവിടെ സഹ എന്നർത്ഥത്തിൽ. മാ കാന ലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ്? സംഗതമല്ല, സാധുവല്ല, ശരിയാകില്ല. എന്ത്? അന്നുശ്രിക ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. അന്നുശ്രിക എന്ന് പറഞ്ഞാൽ ഇഷ്റാഖുന ബില്ലാഹ്, അള്ളാഹുവിൽ ഞങ്ങൾ പങ്കു ചേർക്കൽ. അത് മാ കാന ലന, ഞങ്ങൾക്ക് ഒരിക്കലും ശരിയല്ല, പാടുള്ളതല്ല, സാധുവല്ല. മിൻ ഷൈഇൻ, മിൻ ഷൈഇൻ എന്ന് പറഞ്ഞാൽ ഒന്നുമേ ഒരിക്കലും, ഒന്നിനെയും ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് മാ കാന ലന. അൻത ഖുൽത ലിന്നാസി അനിത്തഖിദ്നി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ് ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹി ഇൽം ഇൻ മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി. അല്ലേ? അവിടെ മാ യകൂനു ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ മാ കാന ലന അല്ലേ, മാ യകൂനു എന്നാണ് ഈ കാന അതിൻ്റെ വർത്തമാന ഭാവകാലക്രിയാണ്. മാ യംബഗി അല്ലെങ്കിൽ മാ യസിഹു എന്നുള്ള അർത്ഥമാണ്. അതിനെ പ്രയോഗിക്കും. അലകുല്ലിൻ മാ കാന ലന അൻ നുശ്രിക ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ഞങ്ങൾക്ക് എന്താണ്? ശരിയല്ല, പാടുള്ളതല്ല, സാധുവല്ല എന്നുള്ളതാണ്. ഇവിടെ ഷെയ്ഉൻ എന്ന് പറയാതെ മിൻ ഷെയ് എന്ന് പറഞ്ഞാൽ ഒന്നിനെയും. അപ്പോൾ ഈ ജയിലിൽ കടന്ന ആളുകൾ ഷിർക്കിൻ്റെ ആളുകളാണ്. എന്നിട്ട് പറയാണ് ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ വ അലൻ നാസ്. ദാലിക എന്ന് പറഞ്ഞെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൽ പങ്കു ചേർക്കാതെയുള്ള ഈ മില്ലത്ത് അരുളപ്പെട്ടത് മിൻ ഫദ്ലില്ലാഹ് അലൈന,
മിൻ ഫദ്ലില്ലാഹി അലൈന, ഞങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്നു. അത് ഞങ്ങളുടെ യോഗ്യത അല്ല, പിന്നെയോ അത് അള്ളാഹുവിൻ്റെ കനിവാകുന്നു. വ അലന്നാസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകൾക്ക് നേരെയും അള്ളാഹുവിൽ നിന്നുള്ള കനിവാണ്. എന്ത്? അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത്. ഇവിടെ ചിലർ പറഞ്ഞത് അലന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെപ്പോലെ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് ഇവരെപ്പോലെ ഈ തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾ ആ ആളുകൾക്കും ഞങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഫദലാകുന്നു ഈ മില്ലത്ത് എന്നാണ് ചിലർ പറഞ്ഞത്. പക്ഷേ ഇവിടെ അള്ളാഹുവിൽ നിന്നുള്ള ഫദലാണ്, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെയുള്ളതായി ഈ മില്ലത്തിനെ പിൻപറ്റുക എന്നുള്ളത്. വലാക്കിൻ അക്സറന്നാസി ലാ യഷ്കുറൂൻ, വലാക്കിൻ അക്സറന്നാസ് ജനങ്ങളിൽ ഭൂരിഭാഗവും കൂടുതലും സിംഹരും ലാ യഷ്കുറൂൻ അവർ നന്ദി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വലാക്കിൻ അക്സറന്നാസി ലാ യുഅ്മിനൂൻ എന്ന് പറയാതെ ലാ യഷ്കുറൂൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്റുള്ളവരായിട്ട് അവനെ മാത്രം ആരാധിക്കുകയാണ് വേണ്ടത്. അവനിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ ആളുകൾ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ട് നന്ദികേടാണ് കാണിക്കുന്നത്. അവിടെ വലാക്കിൻ അക്സറന്നാസി ലാ യഷ്കുറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് അവനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയല്ല, അവനിൽ പങ്കു ചേർക്കുന്ന അവസ്ഥയാണുള്ളത്. അവനെ മാത്രം ആരാധിക്കുന്നവരെന്ത് ചെയ്യുന്നു? അവനോട് നന്ദി കാണിക്കുന്നു. അവനിൽ പങ്കു ചേർക്കുന്നവർ അവനോട് നന്ദികേട് കാണിക്കുന്നു. ശുക്ർ വെറും നാവുകൊണ്ടുള്ള അൽഹംദുലില്ലാ മാത്രമല്ല അല്ലേ? അവിടെ നമ്മൾ സഭ എടുത്ത പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഇഅ്മലു ആല ദാവൂദ ശുക്ര, ഇഅ്മലു ആല ദാവൂദ ശുക്ര. ശുക്രിന് വേണ്ടി ദാവൂദിൻ്റെ കുടുംബമേ നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. ശുക്രിന് വേണ്ടി അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരം എന്താണ്? അത് അള്ളാഹ്ക്ക് ശുക്ർ പ്രകാശിപ്പിക്കാനാണ്. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇഅ്മലു ആല ദാവൂദ ശുക്ര എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇബ്രാഹിം മില്ലത്തിനെ പിൻപറ്റുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയുന്ന ഔദാര്യമാണ്. ആ ഔദാര്യം ഞങ്ങൾക്ക് കനിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ മില്ലത്തിനെ പിന്തുടർന്ന് ജീവിക്കുന്നു. ഈ മില്ലത്തിനെ പിൻപറ്റുക എന്നുള്ളത് മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ആ മില്ലത്തിനെ പിൻപറ്റിയിട്ട് അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നതിന് പകരം ആ മില്ലത്തിനെ പിൻപറ്റാതെ അള്ളാഹുവിന് നന്ദികേട് കാണിക്കുകയാണ്. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി അദ്ദേഹം ആ ദഅവത്ത് തുടർത്തുകയാണ്. യാ സാഹിബൈ അസ്സിജിൻ. ഇവിടെ ഒരു ഉണ്ടല്ലോ ഷറഫ് എന്ന് പറഞ്ഞാൽ മഹത്വം, ഇസാമിയായ മഹത്വം. ഇതൊരു ഫൽസഫ കേട്ടോ. ഇമാമിയായ ഷറഫ്, ഇങ്ങനെ രണ്ടിതുണ്ട്, ഇമാമി ഇസാമി. ഇസാമി ആയിട്ടുള്ള ഷറഫ്, ഇമാമി ആയിട്ടുള്ള ഷറഫ് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ മില്ലത്തുണ്ടല്ലോ, ആ മില്ലത്തിനെ പിൻപറ്റുക എന്നുള്ളത് ഇസാമി ആയിട്ടുള്ള ഷറഫുമാണ്, ഇമാമി ആയിട്ടുള്ള ഷറഫുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഇസാമി ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്, അള്ളാഹുവിൽ നിന്നുള്ളത്. ഇത് എന്താണ്? ഉസ്മത്തിൽ നിന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയുന്ന അന്യൂനമായിട്ടുള്ളതായ സ്ഥാനം. ഇമാമി ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ? ഇമാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇത് ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് ഉണ്ടല്ലോ. ഈ പിതാക്കളിലൂടെ ആരിലേക്ക് വന്നതാണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വന്നതാണ്. അതാണ് ഇമാമി എന്ന് പറഞ്ഞത്. ഇമാമി എന്ന് പറഞ്ഞാൽ അസ്ഥി, എല്ല് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ രണ്ട് ഷറഫും ഒരാൾ ഇബ്രാഹിം മില്ലത്ത് പിൻപറ്റുന്നതോട് കൂടിയിട്ട് ഇമാമി ആയിട്ടുള്ള ഷറഫും ഇസാമി ആയിട്ടുള്ള ഷറഫും അയാൾക്ക് ലഭ്യമാകുന്നു, നേടുന്നു എന്നുള്ളതാണ് ഇവിടെ പണ്ഡിതന്മാർ ഒരു പ്രത്യേക ഭാഷയിൽ തഫ്സീറുകളിൽ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ വായിച്ചത് നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. അതൊരു അങ്ങനെ ഒരു പ്രയോഗം വന്നത് ഒരു കൗതുകം തോന്നിയത് പറഞ്ഞത് മാത്രം. ഇനി ഇവിടെ അദ്ദേഹം പറയുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം യാ സാഹിബൈ അസിജിൻ അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അദ്ദേഹം വിളിക്കുകയാണ് യാ സാഹിബൈ അസിജിൻ.
എന്താ യാ സാഹിബൈനി ഫി സിജിൻ എന്നാണ്. സിജിനിൽ കാരാഗ്രഹത്തിൽ എൻ്റെ 2 കൂട്ടുകാരെ. സാഹിബ് എന്ന് പറഞ്ഞാൽ സാഹിബ് കൂടെയുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ്. മുലാസിം കൂടെയുള്ളവർ. ഒരു ശൈലി ആണ്, ആളുകളെ വശീകരിക്കാൻ അല്ലെങ്കിൽ ആളുകളുടെ ഹൃദയം കയ്യിലെടുക്കാനുള്ളൊരു ശൈലിയാണ്. ഞാൻ കുറ്റമൊന്നും ചെയ്തില്ല, ഞാൻ നിരപരാധിയാണ്, ഞാൻ ഈ നബിമാരുടെയൊക്കെ പേരക്കുട്ടിയാണ് എന്ന രീതിയിലുള്ള ഒരു ശൈലിയാണ് അഭിസംബോധനയിൽ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ ഉണ്ടല്ലോ അതേ പറയാൻ പോണതിനെ സ്വീകരിക്കില്ല. അതേസമയം ശരിയാണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നിരപരാധിയാണ്. പക്ഷേ എവിടെയുള്ളത്? ജയിൽ പുള്ളികളോടൊപ്പമാണുള്ളത്. അവരോടൊപ്പം മുലാസിമാണ്. അവരോടൊപ്പം ഒന്നിച്ച് ജീവിക്കുന്നു, ഒന്നിച്ച് കഴിക്കുന്നു, ഒന്നിച്ച് കിടക്കുന്നു, ഒന്നിച്ച് സംസാരിക്കുന്നു, ഒക്കെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ നിലക്ക് അദ്ദേഹം ജയിലിൽ ഈ ആളുകളുടെ സാഹിബാണ്. അപ്പോൾ യാ സാഹിബൈ അസിജിൻ, സാഹിബൈനിയാണ് 2 കൂട്ടുകാർ, സഹവാസികൾ. ജയിലിലെ എൻ്റെ 2 സഹവാസികളെ, സാഹിബൈ എന്നാണ്, എൻ്റെ 2 സഹവാസികളെ. അർബാബുൻ മുതഫർരിഖൂൻ ഖൈറുൻ. എന്താ അർബാബുൻ? റബ്ബുൻ എന്നതിൻ്റെ ബഹുവചനാണ് അർബാബ്. റബ്ബ്, അർബാബ്, നാഥന്മാർ, രക്ഷകർത്താക്കൾ. ഇനി റബ്ബുൻ എന്ന് മാത്രം പറയുമ്പോൾ ആരാധ്യൻ എന്നും അർത്ഥമുണ്ട്. റബ്ബുൻ എന്നാണ് ആരാധ്യൻ. അപ്പോൾ അർബാബ് എന്ന് പറഞ്ഞാൽ ആരാധ്യന്മാർ എന്നർത്ഥം പറയാം. കവിതയിൽ കാണാം, അറബ്ബുൻ യബൂലു സാലബാനു ബിറസിഹി ലഖദ് ഹാന മൻ ബാലത് അലൈഹി സാലിബു എന്നാണ്. പൂജാരി പൂജാദ്രവ്യങ്ങൾ കൊണ്ട് പോവാണ്. അപ്പോൾ പൂജിക്കപ്പെടേണ്ട സാധനം കല്ലാണ്, പ്രതിഷ്ഠയാണ്. അപ്പോൾ പ്രതിഷ്ഠയിൽ ഇത് പൂവൊക്കെ കൊണ്ടുപോയിടാനാണ് ഇയാൾ പോണേ. രാവിലെ തന്നെ ഇത് നിവേദ്യം ഇതൊക്കെ സമർപ്പിക്കാൻ പോവാണ്. അപ്പോഴാണ് ഒരു നായ ഇതിന് മൂത്രമൊഴിക്കണത്, ഈ കല്ലിന് പ്രതിഷ്ഠക്ക് മൂത്രമൊഴിക്കണത്. നായ മൂത്രമൊഴിക്കണതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാൻ. ഇയാൾ പൂവായിട്ട് പോകുമ്പോൾ അയക്കാൻ നായ കാല് വന്നിച്ചിട്ട് മൂത്രമൊഴിക്കണത്. അപ്പോൾ ഇയാളിത് കണ്ടപ്പോൾ ഒരൊറ്റയേറാ കൊട്ട. എന്നിട്ട് അയാൾ പറഞ്ഞത് അറബ്ബുൻ യബൂലു സാലബാൻ ബിറസിഹി, തലയിൽ നായ്ക്കൾ മൂത്രമൊഴിക്കുന്ന ഒന്ന് എങ്ങനെ റബ്ബാകും? അവിടെ റബ്ബാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൃഷ്ടികർത്താവാകുന്നല്ല അർത്ഥം. പിന്നെയോ എങ്ങനെ ആരാധിക്കപ്പെടുന്ന ഇതാകും? ലഖദ് ഹാന മൻ ബാലത് അലൈഹി സാലിബു, നായ്ക്കൾ മൂത്രമൊഴിച്ചിട്ട് അത് തടുക്കാൻ കഴിയാത്തവൻ എത്ര ദുർബലൻ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ എന്ത് ചെയ്ത് ആ പണി ഒഴിവാക്കിയിട്ട് അയാൾ വേറെ വഴിക്ക് പോയത്. അപ്പോൾ അവിടെ റബ്ബുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലാഹുൻ. അബൂദർദാ റളിയല്ലാഹു തആലയുടെ ചരിത്രം വായിച്ചപ്പോൾ അബൂദർദാ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കണം എങ്ങനെ? അൻസാരികളിൽ അവസാനം ഇസ്ലാം സ്വീകരിച്ച ആളാണ് എന്നാണ് അബൂദർദാ ഉവൈമിർ ഇബ്നു സാലബ ഇബ്നു ആമിർ അൽ അൻസാരി. അദ്ദേഹം അൻസാരിയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു വിഗ്രഹം ഉണ്ടായിന്. ആ വിഗ്രഹത്തെ എന്ത് ചെയ്ത് എനിക്കൊണ്ടത് അബ്ദുല്ലാഹി ഇബ്നു റവാഹയും കൂട്ടരും പോയിട്ട് അതിനെ പൊട്ടിച്ച് കണ്ട് അവിടെ ഇവിടെയും ഇട്ട് അബൂദർദാ വന്ന് നോക്കുമ്പോഴത്തെ അത് ഉടഞ്ഞു കിടക്കണ്. അപ്പോൾ അതിങ്ങനെ കൂട്ടി ചേർത്ത് വെക്കാണ്. അപ്പോൾ ഭാര്യ ചോദിച്ചു, അത് അതിനെ പൊട്ടിച്ചിട്ടപ്പോൾ അതിന് തടുക്കാൻ കഴിഞ്ഞില്ലേന്ന് വെച്ച്. നിനക്ക് സ്വന്തത്തെ തടുക്കാൻ പറ്റിയില്ലേ നിന്നെ പൊട്ടിച്ചപ്പോൾ എന്ന് ചോദിച്ചതാണ്. ഭാര്യ അതൊരു തമാശ രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷെ അത് ശരിക്കും അബൂദർദാവിന് കുറിക്കുമുണ്ട്. അങ്ങനെ അബൂദർദാ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പണി ചെയ്തവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു റവാഹയും കൂട്ടരും പറയാണ്, റസൂലെ ഞങ്ങളെക്കെതിരെ കംപ്ലൈൻറ്റ് പറയാനായിരിക്കും അബൂദർദാ വരണമെന്നാണ്. പക്ഷെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്, കലിമല്ലാണ് ചെയ്തത്. അല്ല ഞാൻ പറഞ്ഞതാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു, ഈ ആരാധ്യന്മാരുടെ അവസ്ഥ പറയുന്നത്. ഏതായാലും ഇവിടെ ആ റബ്ബുൻ എന്ന് പ്രയോഗിച്ചത് ഇലാഹുവിൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നമുക്കിവിടെ ആ അർബാബുൻ മുതഫർരിഖൂൻ, മുതഫർരിഖുകളായ റബ്ബുകളാണോ? മുതഫർരിഖൂൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങൾ, ഫർഖുള്ള വ്യത്യസ്തങ്ങളായ റബ്ബുകളാണോ? ഖൈറുൻ ഉത്തമം. അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അമില്ല അതല്ല, സാക്ഷാൽ ആരാധനായ അള്ളാഹുവാണ്. ഇവിടെ മുതഫർരിഖൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആരാധ്യന്മാരുടെ അവസ്ഥ എന്താ?
മുത്തഫരിഖ് എന്ന് പറഞ്ഞാൽ ആരാധ്യന്മാർ അവരുടെ സത്തയിൽ വ്യത്യസ്തങ്ങളാണ് അല്ലേ. ഓരോ ആരാധ്യന്മാരും എന്താണ്, ചിലർ വലുതാണ്, ചിലർ ചെറുതാണ്, ചിലതിന് ജീവനുണ്ട്, ചിലതിന് ജീവനില്ല, ചിലത് മരത്തിൻ്റെതാണ്, ചിലത് ഇരുമ്പിൻ്റെതാണ്, ചിലത് ചെമ്പിൻ്റെതാണ്, ചിലത് സ്വർണത്തിൻ്റെതാണ്, ചിലത് വെള്ളിയുടേതാണ്, ചിലത് മണ്ണുകൊണ്ടാണ്, ചിലത് മരം കൊണ്ടാണ്. അന്ന് കാലങ്ങളിൽ ഈത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കുമായിരുന്നതാണ്. ഈത്തപ്പഴം കൊണ്ട് അത് കുഴച്ച് പ്രതിഷ്ഠ ഉണ്ടാക്കും, എന്നിട്ട് അതിനെ ആരാധിക്കും. വിശക്കുമ്പോൾ പിന്നെ അത് പൊട്ടിച്ച് എടുത്ത് തിന്നും ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ അതാണ് ദാത്തിൽ, അതേപോലെ സിഫാത്തിൽ, വിശേഷണത്തിൽ, ഇങ്ങനെ പിന്നെ പല രീതിയിൽ പലതരം വ്യത്യസ്തതകളായിരുന്നു ഈ റബ്ബുകൾക്കുണ്ടായിരുന്നത്. പലതുകൊണ്ടുണ്ടാക്കി പല പ്രത്യേകതകളിൽ പല കോലത്തിലായിരുന്നു ഈ ആരാധ്യന്മാർ. അത് അന്ന് ഇതിപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൻ്റെ സാഹചര്യത്തിലല്ലേ പറയുന്നത്. അപ്പോൾ അന്ന് ഈജിപ്തിൻ്റെ അവസ്ഥയിൽ എന്താ, ഈജിപ്തിൽ ഈ ഇജിലിനെ പശുക്കിടാങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, അതേപോലെ സൂര്യനെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, അതേപോലെ ഫറോവന്മാരെ ആരാധിക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു. മുത്തഫരിഖുകളായിട്ടുള്ള റബ്ബുകളായിരുന്നു, വ്യത്യസ്തങ്ങളായ റബ്ബുകളായിരുന്നു, ആരാധ്യന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യാ സാഹിബൈ അസ്സിജിൻ അർബാബുൻ മുത്തഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അവിടെ അമില്ല, അതല്ല അള്ളാഹു. അള്ളാഹു എന്ന് പറഞ്ഞെങ്കിൽ ആരാധ്യനായ അള്ളാഹു, അവനാണ് ഉത്തമം. ഈ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അൽ വാഹിദുൽ ഖഹാർ. അൽ വാഹിദ് എന്താ? അൽ വാഹിദ് അവൻ ഏകനാണ്, വാഹിദാണ്. പക്ഷേ ഏകനാണെങ്കിലും അവൻ ആരാണ്? അൽ ഖഹാർ. ഏകത്വം അവൻ്റെ സിഫത്താണ്, വിശേഷണമാണ്. ഒപ്പം അവനെന്താണ്? അൽ ഖഹാറാണ്. എല്ലാത്തിനെയും അടക്കി വാഴുന്നവനാണ്, എല്ലാം അടക്കി വാഴുന്ന, എല്ലാവർക്കും മീതെ ആണ്. ഖഹാർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫഅമ്മൽ യതീമ ഫല തഖ്ഹർ. തഖ്ഹർ എന്ന് പറഞ്ഞാൽ യതീം എന്ന് പറഞ്ഞാൽ എന്താ? പിതാവില്ല, മരണപ്പെട്ടവനാണ്. അവൻ്റെ പിന്നെ ഭൗതികമായ അവസ്ഥയും തളർന്നതാണ്, മനസ്സും തളർന്നതാണ്. വാപ്പല്ല എന്നുള്ള ഒരു സങ്കടം അവനെപ്പോഴും ഭരിക്കും. അപ്പോൾ അത്തരം ആ അവസ്ഥയുള്ള ആളെ അടക്കി വാഴുക എന്നുള്ളത് പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് ഖഹറ. ഇവിടെ അൽ ഖഹാർ എന്നാണ് അള്ളാഹിനെ കുറിച്ച് പറയുന്നത്. അള്ളാഹു ഖാഹിറുമാണ്, അള്ളാഹു ഖഹാറുമാണ്. ഖഹാർ എന്നാകുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുകൂടി വിപുലായി. എല്ലാത്തിനെയും മീതെ നിന്ന് അടക്കി വാഴുന്നവൻ, അതാണ് അൽ ഖഹാർ. അള്ളാഹു ഏകനാണെങ്കിലും എല്ലാത്തിനെയും അടക്കി വാഴുന്ന അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് ഇങ്ങനെയുണ്ട് അൽ വാഹിദുൽ ഖഹാർ എന്ന് അള്ളാഹിനെ കുറിച്ച്. ഇപ്പോൾ നമുക്ക് മുമ്പ് സൂറത്ത് ഗാഫിറിൽ, സുമറിൽ, സ്വാദിൽ ഒക്കെ വന്നില്ലേ? ഇവിടെ വന്ന് യൂസുഫിൽ വന്ന്, ഇനി ഇതുപോലെ റഅദിലും അതേപോലെ ഇബ്രാഹിമിലൊക്കെ അൽ വാഹിദുൽ ഖഹാർ 6 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വന്നിട്ട് അൽ വാഹിദുൽ ഖഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹിദാണ്, അതോടൊപ്പം ഖഹാറാണ്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, എന്നാൽ എല്ലാവരുടെയും മീതെ ആയിട്ട് അവനെല്ലാം അടക്കി വാഴുന്നവനാണ്. അതാണ് അൽ ഖഹാർ. ഒരു ദുആ ഉണ്ടല്ലോ അൽ വാഹിദുൽ ഖഹാറിലെ, ഇത് അതിൻ്റെ 2ാം പകുതി ഞാൻ പറയാം. റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. അതാണ് എൻ്റെ 2ാം പൊളി. ഹദീസിൻ്റെ ലഫ്ദുൽ അതിൻ്റെ തുടക്കത്തിലുള്ളത് കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തദവ്വറ മിനൽ ലൈൽ. തദവ്വറ എന്നാൽ ഇദാ തദവ്വറ മിനൽ ലൈൽ, രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തദവ്വറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാത്രിയിൽ അസ്വസ്ഥമായിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാറില്ല, ഇതിനാണ് തദവ്വറ അറിയുക. അസ്വസ്ഥമായിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, അതിന് തദവ്വറ എന്ന് പറയും. അങ്ങനെ അസ്വസ്ഥമാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുമായിരുന്നു എന്ത് പറയും? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. ഇതെന്നോ പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടതാണ് ഇപ്പോൾ ഇത്. ഒന്ന് പറയണി. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. വളരെ എളുപ്പമാണത്, വളരെ എളുപ്പം. ഒരു വരി
റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസിൽ ഗഫാർ. അസ്വസ്ഥത ഇല്ലെങ്കിലും ഇങ്ങനത്തെ ദ്വാകൾ പഠിച്ചേക്കണം. വളരെ ക്ഷിപ്രസാധ്യം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയതല്ലേ. പിന്നെ നമ്മൾ ചിലപ്പം അല്ലാതെ നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ, ചിലപ്പോൾ ഇത് ആവശ്യമായി വരുന്ന ടൈമുണ്ടാവും, അപ്പം നമുക്ക് തപ്പിയാൽ കിട്ടൂല. അങ്ങനത്തെ അവസ്ഥകൾ വരും. അസ്തഗ്ഫിറുല്ലാഹ് കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്. നമുക്ക് എന്തൊരു ആളുകൾ ഇപ്പോഴത്തെ കാലത്ത് വെട്ടിത്തള്ളിയിടുന്ന മാതിരി ചില സ്ഥലങ്ങളിൽ വീണുകൊണ്ടിരിക്കണത്. അപ്പോൾ നമ്മുടെ ആദരങ്ങളിൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാകുക തന്നെ വേണം. ഇങ്ങനത്തെ ഒക്കെ പ്രത്യേകിച്ച് ചെറിയ ചിലതൊക്കെ ദുആകൾ കുറേ വലുതാണ്, അത് ചിലപ്പോൾ നമ്മൾ എഴുതി കൊണ്ടെടുക്കുകയൊക്കെ വേണ്ടി വരും. പക്ഷേ അപ്പോൾ ഇവിടെ പിന്നെ യാ സാഹിബൈ അസ്സിജ്നി അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഏകനും എല്ലാം അടക്കി വാഴുന്നവനുമായ അള്ളാഹുവാണോ ഉത്തമം, അതല്ല വ്യത്യസ്തങ്ങളായ സത്തയുടെ വിഷയത്തിൽ വ്യത്യസ്തങ്ങൾ, സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തങ്ങൾ, പല നിലക്ക് പേരുകളും ഇനി ഒക്കെ എല്ലാം കൊണ്ടും വ്യത്യസ്തങ്ങൾ. ചിലത് ജീവനുള്ളതാണ്, ചിലത് ജീവനറ്റതാണ്, ചിലത് ചെറുതാണ്, ചിലത് വലുതാണ്, ചിലത് ചില കാര്യങ്ങൾ നേടിത്തരാനാണ്, ചിലത് മറ്റു പല കാര്യങ്ങളും നേടിത്തരാനാണ്. ഇങ്ങനെ വാദത്തിനൊന്ന്, പനിക്കൊന്ന്, പിന്നെ കളഞ്ഞു പോയതിനൊന്ന്, പേപ്പട്ടി വിഷവാദക്കൊന്ന്, വേറെ ഇങ്ങനെ കല്യാണം നടക്കാൻ വേറൊന്ന്, അർബാബ് മുതഫർരിഖൂൻ, ഇങ്ങനെയാണ് പല ആരാധ്യന്മാരുടെയും അവസ്ഥ. അപ്പം അതാണ് പിന്നെ അദ്ദേഹം ചോദിക്കുന്നത്. ശരിക്കും മനുഷ്യൻ്റെ ധിഷണയെ ഉണർത്താൻ ഉപര്യുക്തമായിട്ടുള്ള ശൈലിയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടേത് ഈ യാ സാഹിബൈ അസ്സിജ്നി എന്ന പ്രയോഗത്തിലൂടെ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുള്ള ഈ അവതരണം, അതും ശരിക്ക് നല്ല ധിഷണയെ തട്ടി ഉണർത്തുന്ന രീതിയിലുള്ളതായ ശൈലിയാണ്. ഇനി അടുത്ത ആയത്തിന് ശേഷം യാ സാഹിബൈ സിജിൻ ഇതേപോലെ അമ്മ അഹദകുമ ഫയസ്ഖി റബ്ബഹു ഖംറ പിന്നെ വഅമൽ ആഖറു ഫതുസ്ലബ് ഫതകുലു തൈർ ഫയുസ്ലബ് ഫതകുലു തൈർ മിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വ്യാഖ്യാനം വരുന്നുണ്ട്. അതായത് ഒരാൾ പിന്നെ രാജാവിൻ ആ സ്വപ്നം കണ്ടതിൽ ഒരാൾ സാഹിബു ഷറാബായിരുന്നു, മറ്റൊരാൾ സാഹിബു താമായിരുന്നു. ഒരാൾ ഭക്ഷണം രാജാവിന് ഒരുക്കുന്ന ആളാണ്, മറ്റൊരാൾ പാനീയം ഒരുക്കുന്ന ആളാണ്. രണ്ടാളും കൂടി ആലോചിച്ചു ഇതിൽ വശം വെച്ച് കൊടുക്കാൻ, അല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച. സംഭവം ഇതൊക്കെ ഇസ്രായേലി കഥകളാണ്. ഇസ്രായേലി കഥകളുടെ തഫ്സീർ ഞാൻ വായിച്ചു, പക്ഷേ ഞാൻ അതിൽ അങ്ങനെ കണ്ടില്ല. ഓ നബ്ബിയുക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂത്തിക്കും അങ്ങനെ അത് തഫ്സീറിൽ ഞാൻ വായിച്ചു. അതായത് ഇപ്പം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ്, അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ, ഓ നബ്ബിയുക്കും ബിമാ തഅകുലൂൻ, നിങ്ങൾ എന്ത് തിന്നുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, വമാ തദ്ഖിറൂൻ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എന്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ടല്ലോ. അതേപോലുള്ള ഒരു വിഷയമാണ് ഈ പറയുന്നത്. പക്ഷേ നിങ്ങൾ തിന്നണ ഭക്ഷണത്തിൽ വിഷം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ടല്ലേ പറയുന്നത് ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അള്ളാഹ് പറഞ്ഞില്ലേ, പിന്നെ വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാ ഹുക്മൻ വഇൽമാ എന്നൊക്കെ പറഞ്ഞില്ലേ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതൊക്കെ നബി ആയില്ലേ. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ പറയുന്നത് ഇവരോട്, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ച പലതുണ്ട്, അതിൽ നിന്നാണ് ചിലതാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ടാണ് പറയുന്നത്. ആ ജയിലിൽ പ്രവേശിച്ചതിന് ശേഷം അസീസിൻ്റെ വീട്ടിലായിട്ട് അപ്പോഴാണല്ലോ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആതൈനാ ഹുക്മൻ വഇൽമാ എന്ന് പറഞ്ഞത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് പിന്നെ ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ എന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചാണ്. ഞാനത് ആകും എന്നുള്ളത് തീർപ്പാക്കിയിട്ട് പറയാണ്. അവിടെ ഭൂതകാലക്രിയയാണ് പ്രയോഗിച്ച് ഞാൻ ആയിട്ടുണ്ട്, പക്ഷേ ആയിട്ടില്ല. ആകുമെന്നുള്ള ഉറപ്പുള്ളൊരു കാര്യം കാരെ കൂട്ടി പറയുന്നതാണ്. ചിലത് ഭൂതകാലക്രിയ പ്രയോഗിക്കും ഭാവിയെ ഉദ്ദേശിച്ചിട്ട്. തൈന ഉൽ ഹുക്മ സബിയ്യ, ജനനത്തിൻ്റെ വിഷയമല്ല, അത് ചെറുപ്രായം എന്നുള്ള അർത്ഥത്തിലാണ്. കോട്ടകളല്ല, ഖൈബർ കോട്ടകൾ. അതെന്താ അറിയില്ല, ഞങ്ങൾ അവിടെ കൊണ്ടൊക്കെ പോകാൻ സമ്മതിക്കായിരുന്നു ഖൈബർ കോട്ടകൾ. അത് ചിലപ്പോൾ എന്തെങ്കിലും പിന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടോ മറ്റൊക്കെ ഉള്ളതായിരിക്കും. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന്
ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.